നമസ്കാരം. നമ്മുടെ വോട്ടധികാർ യാത്രയ്ക്ക് ശേഷം നരേന്ദ്രമോദിയുടെ ദിനങ്ങളിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നൊരു റീഡിംഗ് ദേശീയ തലത്തിൽ വരുന്നുണ്ട്. ചില മാധ്യമങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, വോട്ടധികാർ യാത്ര രാഹുൽ ഗാന്ധി ആരംഭിച്ചത് ബീഹാറിൽ നിന്ന് തന്നെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഹൈഡ്രജൻ ബോംബ് ഉടനെ പൊട്ടും എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പ്ലൂട്ടോണിയം ബോംബ് പൊട്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേ. പിന്നെ പറയുന്നു യുറേനിയം ബോംബ് പൊട്ടുമെന്ന്. അദ്ദേഹം പൊട്ടിച്ച ബോംബൊന്നും ബോംബല്ല, അതൊക്കെ നനഞ്ഞ പടക്കമായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. വടി കൊടുത്ത് അടി വാങ്ങിയതൊരു കലാപരിപാടിയാണ് നടന്നത്. പിന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇരുന്നൊരു SY ഖുറേഷി അയാൾ വന്ന് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് തെറി കേട്ടാലും മിണ്ടാതിരിക്കണം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സിസ്റ്റം. അദ്ദേഹം പിന്നെ ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്നപ്പോൾ അതിഗംഭീരമായിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നത്. അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിലും ഒരു കുഴപ്പമില്ലായിരുന്നു, ഡബിളിംഗ് ഒന്നും വന്നിട്ടില്ല. ഈ ഇലക്ഷൻ കമ്മീഷൻ വന്നപ്പോൾ കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് ഖുറേഷി അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ അദ്ദേഹം പാട്ട കൂട്ടിക്കൊണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മലയാളിയുണ്ട്, PDT ആചാരി, അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മഹാദേവപുരത്ത് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കർണാടകത്തിൽ. അദ്ദേഹം രാഹുൽജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് രാഹുൽജി അവിടെ വെച്ചത് മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻ്റ് ആണെന്നും ഇതിനൊന്നും ഒരു ആധികാരികതയില്ലെന്നും ഒക്കെ പിന്നീട് തെളിഞ്ഞു. അപ്പോൾ PDT ആചാരി കുറച്ച് നാളത്തേക്ക് ഷെഡിലായിരുന്നു. ഇപ്പോൾ PDT ആചാരി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ പിന്നെ ലോക്സഭയിലെ സെക്രട്ടറി ജനറലായിരുന്നു. 14ാം ലോക്സഭയിലാണ് സെക്രട്ടറി ജനറലായിട്ട് PDT ആചാരി വന്നത്. അന്ന് CPMൻ്റെ നേതാവ് സോംനാഥ് ചാറ്റർജി ആയിരുന്നു സ്പീക്കർ. നമ്മുടെ മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി. 2015 ലോക്സഭ വന്നു. ആ സമയത്ത് വന്നപ്പോഴേ മീരാ കുമാറായി സ്പീക്കർ. പ്രധാനമന്ത്രി നമ്മുടെ മൻമോഹൻ സിംഗ് തന്നെ. ഈ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആളുകളുടെ കഴിവും പ്രാപ്തിയും ഒക്കെ കണ്ട് മഹാരഥന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല. ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് എന്നുള്ളതല്ലാതെ അതിൻ്റെ പുറത്ത് വേറെ ഒന്ന് കേൾക്കുമ്പോൾ സെക്രട്ടറി ജനറൽ എന്നൊക്കെ തോന്നും, ബ്രിഗേഡിയർ ജനറൽ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ പേരേ ഉള്ളൂ, അതൊന്നുമില്ല. ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് അവിടെയുള്ള ക്ലറിക്കൽ പോസ്റ്റിൽ സർവീസ് കയറി വരുന്ന അവസാനം വാർദ്ധക്യകാലത്ത് കിട്ടുന്ന ഒരു പോസ്റ്റിംഗാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ഇറങ്ങിയിട്ടുണ്ട്, ഇലക്ഷൻ എത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചില അവതാരങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതായത് താങ്കൾ പറയുന്നത് ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ നാവായി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, അതിനപ്പുറത്തേക്ക് ആരും പറയുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതെ. പിന്നെ കുറേ മാധ്യമങ്ങളുണ്ട്, മാധ്യമങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായി. ഇതിലെല്ലാം ഉപരിയായിട്ടുള്ള പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ 1947 നിന്ന് 2025 വന്നപ്പോഴേ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റഡായി. പഴയ ഇന്ത്യ അല്ല ഇന്ന് ഈ IT യുഗത്തിൽ താമസിക്കുന്ന യുവാക്കളാണ്. 18 വയസ്സ് വോട്ടവകാശമുള്ളൊരു ചെറുപ്പക്കാരൻ അവൻ വളരെ ആലോചിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അതാർക്കായാലും, CPM-നായാലും കോൺഗ്രസിനായാലും BJPക്കായാലും അവർ കൃത്യമായി മെറിറ്റ് നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്ലൂട്ടോണിയം ബോംബിനെയും വരുമ്പോൾ കാണാൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ഈ ഒരു കാര്യം ഒരു ദേശീയ തലത്തിൽ നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അനുചരന്മാർ പറയുന്നത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വതന്ത്രമായ ഒരു സ്പേസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി അധികാരത്തിലേറി ഇപ്പോൾ 2014 അദ്ദേഹം കയറുന്നു, 2019 അദ്ദേഹം എന്താ പറയുക വിജയം ആവർത്തിക്കുന്നു. ദെൻ അതിനുശേഷം അദ്ദേഹം ഈ പറയുന്നത് പോലെ മൂന്നാമതൊരു ടേം എത്തിയപ്പോൾ ഈ മൂന്നാം ടേം തന്നെ അദ്ദേഹം പൂർത്തിയാക്കുമോ ഇല്ലയോ എന്നുള്ളൊരു അൺസർട്ടനിറ്റി, അദ്ദേഹത്തിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഇനി 4മതൊരു ടേം കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോഴും നരേന്ദ്രമോദി തന്നെ ഭരിക്കും എന്നാണ് ഇപ്പോൾ BJP പാളയത്തിൽ നിന്ന് ചില നേതാക്കന്മാർ അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. ദാറ്റ് മീൻസ് നരേന്ദ്രമോദി തന്നെ 4മതും പ്രധാനമന്ത്രിയാകും BJP അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും അടുത്ത ഇലക്ഷൻ നയിക്കുക എന്നുള്ള കൃത്യമായ മെസ്സേജ് ഇട്ടു. ഇതിനെ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയുമായി ചിലർ സ്വതന്ത്രമായൊരു സ്പേസിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി ഉണ്ടാക്കി വെച്ച ഈ ഒരു തരംഗം അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ BJP വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇനി ഒരു ടേം BJPക്ക് ജയിക്കുക ഏറെക്കുറെ അസംഭവ്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും മോദിയെ തന്നെ മുന്നിൽ നിർത്തുന്നത്. മോദി മാറിയാൽ BJP വീണു എന്ന തരത്തിൽ ചില റീഡിംഗ് വരുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? അതിനകത്ത് എന്ത് അടിസ്ഥാനമുള്ളത്? രാഹുൽ ഗാന്ധി ഒന്ന് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൽ പിന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്, പിന്നെ വാദ്രാജിയാണ്. ഇപ്പോൾ പ്രിയങ്കയുടെ മോന് 18 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിനും പിന്നെ വേണേൽ പ്രധാനമന്ത്രിയാകാം. ശൈശവത്തിലും പ്രധാനമന്ത്രി, 18 വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആകില്ല, മോള് ആകാനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. അതാണ് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റൈല്. BJPക്ക് നേതൃദാരിദ്ര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നരേന്ദ്രമോദി മാറിയാൽ ഈ ഗവൺമെൻറ്റിൽ തന്നെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗുജറാത്തിലിരുന്ന പോലെ തൊട്ടപ്പുറത്ത് UP-യിൽ യോഗി ആദിത്യനാഥുണ്ട്, യോഗി ആദിത്യനാഥ് എടുക്കാം, അല്ലെങ്കിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ
പിന്നെ അമിത്ഷായുണ്ട്, മനസ്സിലായി. അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാരെ ഇത്രയും നേതാക്കന്മാരുടെ ഒരു പാർട്ടി വേറെ 100% വ്യക്തിപരമായിട്ടായാലും ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്കായാലും താങ്കൾ പറയുന്ന ആ ഒരു അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോഴും വീണ്ടും നരേന്ദ്രമോദിയെ തന്നെ എന്തുകൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു? അദ്ദേഹം 3ാം ടൈം തന്നെ കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിന്ന ഒരു സാഹചര്യത്തിൽ 3ാം ടൈം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ 4ാമതും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം എത്ര കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ ആയാലും BJP പാളയത്തിൽ നിന്ന് മറ്റൊരു നേതാവിനെ ഉയർത്തി കാണിച്ചാൽ ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ശത്രുക്കൾ പറയുന്നത്. അതിലൊരു ശരിയില്ലേ, അല്ലെങ്കിൽ അതിലൊരു ശരിയുണ്ടെന്ന് ചിന്തിച്ചാൽ തെറ്റ് പറയാൻ സാധിക്കും? അല്ല, അതിലൊരു ശരിയുണ്ടെന്ന് നമ്മൾ കരുതുന്ന കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിഷ. എൻ്റെ കാരണം വെച്ചാൽ ഇപ്പം 3ാമത്തെ ടൈം നരേന്ദ്രമോദി വന്നപ്പോഴെന്തായിരുന്നു പ്രചരണം? ഈ ഗവൺമെൻറ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. കാരണം തെലുങ്ക് ദേശത്തിലെ പിന്നെ ചന്ദ്രബാബു നായിഡു, അതല്ലെങ്കിൽ ബീഹാറിലെ നിതീഷ് കുമാർ, ഇവർ രണ്ടുപേരും എപ്പോൾ വേണമെങ്കിലും പിന്തുണ പിൻവലിക്കാം. നിതീഷ് കുമാർ ആഴ്ചയിലാഴ്ച പിന്തുണ പിൻവലിക്കുന്നതിന്, ചന്ദ്രബാബു നായിഡുവിനാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണ്. വളരെ ദുർബലമായ ഒരു ഗവൺമെൻറ്റാണ്. അത് 2 പ്രാദേശിക പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. പക്ഷേ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ മോദിക്ക് ഇഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ള വകുപ്പ് കൊടുത്ത് അവിടെ ഇരുത്തി. ഇതൊന്നും നോക്കാതെ കൃത്യമായി നരേന്ദ്രമോദിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്താണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എങ്ങനെ പ്രധാനമന്ത്രിയായി തുടർന്നു, അതുപോലെ തന്നെയാണ് 2024 ശേഷവും നരേന്ദ്രമോദി പിന്നെ തുടരുന്നത്. അപ്പോൾ 2 തരത്തിൽ ഞാൻ പറഞ്ഞത്, ഒരു മുന്നണി സംവിധാനത്തിലും നരേന്ദ്രമോദി തുടരുന്നു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽപ്പെടും നരേന്ദ്രമോദി തുടരുന്നു. ഇതിനകത്ത് ഇപ്പം മാറേണ്ട കാര്യം എന്താ? 75 വയസ്സായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആ ഒരു വാദം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണത്തോട് യോജിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് മാറ്റി നിർത്താം. ബീഹാർ ആണല്ലോ ഈ ഒരു വിപ്ലവങ്ങളെല്ലാം ഈറ്റില്ലം എന്ന് പറയുന്ന ബീഹാറാണ്. അവിടെയാണ് സകല പ്രശ്നങ്ങളുള്ളത്. ബീഹാർ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. താങ്കളുടെ റീഡിങ്ങിൽ ബീഹാറിൽ ആരും നേടും? കുറേയധികം സമയമുണ്ട്, എന്നിരുന്നാലും ചോദിക്കുകയാണ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അസസ് ചെയ്തുകൊണ്ട് ബീഹാറിൽ ആരും നേടും? BJP നേടുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് താങ്കളുടെ പക്ഷം. അല്ല, ബീഹാറിൽ ഇപ്പോൾ ആരും നേടുമെന്ന് പറയാനുള്ള സമയസ്ഥാനത്തിലായിട്ടില്ല. ശരി, കുറച്ചുകൂടെ ഒന്ന് വന്നു കഴിഞ്ഞെങ്കിൽ പറയാനൊക്കത്തുള്ളൂ. പിന്നെ ബീഹാറിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ ജയറാം രമേശാണ്. അദ്ദേഹത്തിന് ഇത്രയും ഐക്യമുള്ളൊരു നേതാവ് ലോകത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്നറിയും. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ കേൾക്കേണ്ടത്. 2023 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തെലുങ്കാനയിൽ കൂടി. എന്ത് സംഭവിച്ചു? തെലുങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു. 2025 സെപ്റ്റംബറിൽ ഞങ്ങൾ ഇതേണ്ട പാറ്റ്നയിൽ കൂടിയിരിക്കുന്നു, ബീഹാറിലും ജയിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എവിടെ കൂടുന്നു ആ സംസ്ഥാനങ്ങളിൽ ജയിക്കുമെന്ന് തന്നെയാണ് മഹാനായ ജയറാം രമേശിന്റെ കണ്ടെത്തൽ. അപ്പോൾ ആ കണ്ടെത്തൽ എത്രമാത്രം ശരിയാന്ന് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞല്ലേ അറിയാൻ പറ്റുള്ളൂ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി അവർ ജയിക്കാൻ തയ്യാറായിരിക്കുക. അപ്പോൾ പാറ്റ്നയിൽ കൂടിയതിൻ്റെ ഫലം നമുക്ക് വരട്ടെ, ഇലക്ഷൻ വന്നല്ലേ പറയാൻ പറ്റും. മനസ്സിലായി. ജയറാം രമേശിന്റെ വാദങ്ങൾ നമുക്ക് തമാശയോടുകൂടി തന്നെ കാണാം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ റിയലിസ്റ്റിക് ചിന്താഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീഹാർ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് ഇപ്പോഴേ നമുക്ക് പ്രവചനം ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. ആ ഒരു വാദത്തോടും ഞാൻ യോജിക്കുന്നു. ഹൈപ്പോത്തറ്റിക്കലി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സപ്പോസ് ഇൻ കേസ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ BJP നേടിയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരും? സപ്പോസ് ഇൻ കേസ് BJP പരാജയപ്പെട്ടാൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരും? വോട്ട് അധികാര യാത്രയെ മുൻനിർത്തിക്കൊണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിനെ ഹൈപ്പോത്തറ്റിക്കലായി അസസ് ചെയ്യുക. ഹൈപ്പോത്തറ്റിക്കലായിട്ട് അസസ് ചെയ്താലേ ബീഹാറിൽ BJP തോറ്റാൽ അത് BJPക്ക് വലിയ സെറ്റ് ബാക്കാണ് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പം BJPയുമായുള്ള കൂട്ടുകെട്ട് തൻ്റെ അധികാരം നിലനിർത്താൻ അനുഗുണമല്ല എങ്കിൽ നിതീഷ് കുമാർ എത്ര കാലം മോദിയെ കേന്ദ്രത്തിൽ പിന്താങ്ങും എന്ന് നമുക്ക് പറയാറായിട്ടില്ല. അതാണ് നമ്പർ 1. 2, ബീഹാർ ഒരു ടെസ്റ്റ് ഡോസാണ്. അപ്പോൾ അവിടെ പരാജയപ്പെട്ടു പോയാൽ ഉത്തരേന്ത്യയിൽ, അതായത് ഈ കൗബെൽറ്റിലാണല്ലോ ബീഹാർ നിൽക്കുന്നത്. ബീഹാർ, മധ്യപ്രദേശ്, UP ഒക്കെ കൗബെൽറ്റിലാണ്. അപ്പോൾ ആ കൗബെൽറ്റിലെ ഒരു സംസ്ഥാനത്ത് BJP തോറ്റാൽ അതൊരു സെറ്റ് ബാക്കായിട്ട് വ്യാഖ്യാനിക്കാം. അതൊരു ഗവൺമെൻറ്റിന് നാളെ ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് BJP തോറ്റാൽ. താങ്കൾ അങ്ങനെ പറയുന്നത് നമ്മളൊന്ന് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മോദി താഴെ പോകുമെന്നാണോ പറയുന്നത്? മോദി താഴെ പോകണമെന്നില്ല. ബീഹാറിൽ തോറ്റാൽ മോദി താഴെ പോകണമെന്നില്ല. കാരണം നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ച ആ നിമിഷം സ്റ്റാലിൻ പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. അതൊക്കെ അവർക്ക് മാനേജ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, എത്ര പാർട്ടിയും കൂടെ കൂട്ടിക്കൊണ്ട് 10-24 പാർട്ടിയും കൂടെ കൂട്ടിക്കൊണ്ടില്ലയോ അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചത് അല്ലേ? അതും ജയലളിതയെ പോലെ വളരെ അഡമൻ്റായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും കൂട്ടിക്കൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് കേന്ദ്രത്തിൽ അടൽ ബിഹാരി വാജ്പേയിയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് തെളിയിച്ചത്. മനസ്സിലായി. അപ്പോൾ അതായത് ഇവിടെ സപ്പോസ് ഇൻ കേസ് BJP തോൽക്കുന്ന പക്ഷം ദർ ഇസ് എ ഡാമേജ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അഥവാ ഒരു പക്ഷേ
BJP വൻ ഭൂരിപക്ഷത്തിലൂടെ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ ബീഹാർ നേടുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി പിന്നെ എന്താവും? ബീഹാറിലെ വൻ ഭൂരിപക്ഷത്തിൽ BJP നേടിയാൽ കോൺഗ്രസിൻ്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കാൻ സംശയിക്കേണ്ട. കാരണം രാഹുൽ ഗാന്ധിയുടെ സകല പരീക്ഷണവും നടന്നത് ബീഹാറിലാണ്. വോട്ടധികാര യാത്ര നടന്ന അവിടെയാണ്. അവിടെ അദ്ദേഹം ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പൊട്ടിച്ചില്ല, വേറെ ഏതൊക്കെ ബോംബ് പൊട്ടിക്കും. ഓക്കെ, അപ്പം ബീഹാറിൽ കോൺഗ്രസ് തോറ്റുപോയാൽ വലിയ സെറ്റ് ബാക്കാണ് കോൺഗ്രസ് ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല, കോൺഗ്രസ്സിൽ ഉള്ള രാഹുൽ വിരുദ്ധരും കോൺഗ്രസിനകത്തുണ്ട്, നമ്മളത് അറിയുന്നില്ലെന്ന്. തീർച്ചയായിട്ടും അവർ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കും. എന്ന് പറഞ്ഞാൽ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം പോയാൽ കോൺഗ്രസ് ഗുണം പിടിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായി ബീഹാറിനെ അവർ കാണിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയായി. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പവനായിട്ട് ഡയലോഗ് പറഞ്ഞല്ലോ, നാടൻ ബോംബ് മലപ്പുറം കത്തി അവസാനം രാഹുൽ ഗാന്ധി ശവമായി എന്നുള്ള അവസ്ഥയാവും. അത് വരും, അങ്ങനെ വന്നല്ലേ പറ്റുള്ളൂ. കാരണം രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യം നമുക്ക് ഏർലി സ്റ്റേജിൽ പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഏർലി സ്റ്റേജ് അല്ല, അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയപ്പോഴും പ്രഡിക്ഷൻ ഏറെക്കുറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ആക്ഷേപങ്ങളുടെ ഒരു കുത്തൊഴുക്കിന് അദ്ദേഹം തുടക്കമിട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിലെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പലരോടും പേഴ്സണലി ചോദിക്കാറുണ്ട്, ഡു യു ട്രസ്റ്റ് ഇറ്റ് രാഹുൽ ഗാന്ധി പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് പലരോടും ചോദിക്കാറുണ്ട്. അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി, പൊളിറ്റിക്കൽ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. പലരും പറയുന്നത് യെസ്, പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ രണ്ടുപേരോട് ചോദിച്ചു, രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം കേരളം മുഴുവൻ ഇങ്ങനെ ചിന്തിക്കുന്നു, രാജ്യം മുഴുവൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന അർത്ഥമില്ല. എന്നിരുന്നാൽ പോലും കുറേയധികം ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനോ ധരിപ്പിക്കാനോ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വിജയമായി വ്യാഖ്യാനിച്ചൂടെ? അല്ല, അദ്ദേഹത്തിൻ്റെ വിജയമായിട്ട് അത് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയോ ശരിയായ ധാരണയോ കൊണ്ട് ജനങ്ങളിൽ ഉണ്ടാക്കണം. മനസ്സിലായി. അപ്പം ജനങ്ങളെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിച്ചെങ്കിലല്ലേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുള്ളൂ. മനസ്സിലായി. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം, ഞാൻ 3-4 തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഈ ആധുനിക ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വന്നതിന് ശേഷം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനങ്ങനെ പെട്ടെന്ന് അതിനകത്തൊന്നും ഒരു മാനിപ്പുലേഷൻ വരുത്താൻ പറ്റുകയില്ല. ഇയാൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഈ EVM-ൻ്റെ കുഴപ്പമാണ്. അതെല്ലാം അദ്ദേഹം മാറ്റിപ്പിടിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടാണ് ഞാൻ പറഞ്ഞത്. EVM-ൻ്റെ കുഴപ്പമല്ലല്ലോ ഇപ്പോഴും. EVM ഇല്ലല്ലോ. ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റും പിന്നെ കുഴപ്പമില്ല. വോട്ടേഴ്സ് ലിസ്റ്റും പിന്നെ കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നവരാണ് സംസ്ഥാന റവന്യൂ വകുപ്പല്ലേ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പോളിംഗ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നവരാണ് അതാത് ഗവൺമെൻറ്റുകളല്ലേ. അതാത് ഗവൺമെൻറ്റുകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അല്ലാതെ പിന്നെ ഡൽഹിയിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 3 പേരാണോ നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? അവർക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നതിന് എന്ത് റോളാണുള്ളത്? അവരെ ഒഴിവാക്കുന്നതിൽ എന്ത് റോളാണുള്ളത്? ഇതൊക്കെ പിന്നെ കുറച്ച് വിട്ടുകളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ, അതാണ് ഞാൻ പറഞ്ഞത്, IT യുഗത്തിൽ താമസിക്കുന്ന ചെറുപ്പക്കാരോട് പറയുമ്പോൾ കൺവിൻസിംഗ് ആയിട്ട് പറയണം. അങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല, കഴിയുന്നില്ല. പിന്നെ അതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നവർ വിഡ്ഢികൾ എന്നാണ് താങ്കൾ പറയുന്നത്. രാഹുൽ ഗാന്ധി വന്ന് ഇന്ത്യ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നത് വിഡ്ഢികളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ, രാഹുൽ ഗാന്ധിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കണം. ഞാൻ ചോദിക്കട്ടെ, മൻമോഹൻ സിംഗ് 2004 തൊട്ട് 2014 വരെ ഇന്ത്യ ഭരിച്ചു. ശരി, മമ്മിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ആ പാവത്തിന് മറ്റൊരു റൂൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പമ്പി കുറേ നടക്കും, നിഴൽ പോലെ നടക്കുന്നുള്ളതല്ല, വേറെ കാര്യമില്ല. ഈ സമയത്ത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട എന്തായിരുന്നു ചോദിച്ചാൽ, അദ്ദേഹം ഏതെങ്കിലും ഒരു വകുപ്പ് ഏറ്റെടുത്ത് ആ വകുപ്പിൻ്റെ മന്ത്രിയായി കഴിവ് തെളിയിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി നല്ല സമർത്ഥനായ മന്ത്രിയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറയുമായിരുന്നു. ആ മനുഷ്യൻ എന്താ ചെയ്തത്? 2014 മോദി അധികാരത്തിൽ വന്നു, ഇദ്ദേഹം പിന്നെ പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറായോ? 2019 വന്നു, പ്രധാനമന്ത്രി കസേരയിൽ കുറഞ്ഞൊന്നും എടുക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ എന്തിനാണ് താങ്കൾ കുറ്റം പറയുന്നത്? എന്തിനാണ്? അല്ല, അത് സ്വപ്നം കാണാനുള്ള അവകാശം രാഹുൽ ഗാന്ധിക്കുണ്ടല്ലോ. സ്വപ്നത്തിൽ നമുക്ക് ഒരിക്കലും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് വേണമെങ്കിലും സ്വപ്നം കാണാമല്ലോ. അതിലകത്ത കാര്യമൊന്നുള്ള കാര്യമില്ല. സ്വപ്നം കണ്ടോട്ടെ, സ്വപ്നം കണ്ടോട്ടെ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്നൊരു സാധ്യതയുടെ കലയാണ് അനീഷ്. ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ ഒരാളിനെ പ്രധാനമന്ത്രിയാക്കണം എന്ന് തീരുമാനിച്ചാൽ, അല്ല വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ, അത് നെഹ്റു കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും? അങ്ങനെ ആളുകളുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ പോലും ജയിച്ചില്ലേ? ആ കാലം കഴിഞ്ഞില്ലേ? സോണിയയെ വിളിച്ച് ഇന്ത്യയെ രക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും എടുക്കൂ? അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാരൻ പ്രധാനമന്ത്രിയായ ഒരാൾ എടുക്കണമെങ്കിൽ അയാൾ ഏതെങ്കിലും സെക്ടറിൽ ഏതെങ്കിലും രംഗത്ത് കഴിവ് തെളിച്ച
തെളിയിച്ച ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള അവസരവും ഉണ്ടായിരുന്നു. 10 കൊല്ലത്തെ അതിനുള്ള അവസരം ഈ മനുഷ്യൻ പാഴാക്കി. മനസ്സിലായി. പ്രതിപക്ഷ നേതാവായിട്ട് തിളങ്ങാനുള്ള അവസരം അതും 10 വർഷം പാഴാക്കി കളഞ്ഞു. ഇപ്പോഴാണല്ലോ പ്രതിപക്ഷ നേതാവായിട്ട് വന്നത്. ഈ മനുഷ്യൻ പ്രധാനമന്ത്രി പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോലും യോഗ്യനല്ലെന്ന് കരുതുന്ന സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. എല്ലാവരും അങ്ങനെ കരുതണമെന്നില്ല, എൻ്റെ കാര്യം മനസ്സിലായി. അങ്ങനെ ചിന്തിക്കുന്നവർ നിരവധിയാണ്. നമുക്ക് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വരട്ടെ, അല്ലെങ്കിൽ നടക്കട്ടെ, നടത്തിയതിന് ശേഷം റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരുമ്പോൾ ജനങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത വില എന്നുള്ളത് അന്നേരം അറിയാം. ശേഷം ചർച്ചകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.